അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറിദ്വാനില്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനപ്പെട്ട SSMന്റെ ജാമിയ സെഞ്ചരിയ ഇസ്ലാമിയയ്ക്ക് കീഴിലുള്ള ആലിമ സെഞ്ചരിയ ഡിപ്ലോമ കോഴ്സിലെ പഠിതാക്കളെ, ഹോം സയൻസ് എന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളിലേക്കാണ് നമ്മുടെ സെഷൻ നീങ്ങുന്നത്. നേരെ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഹോം സയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടുപരിചയമുള്ള വാക്കാണ്. ഹോം സയൻസിൻ്റെ ഒരു ഡെഫിനിഷൻ പറയാം. ഹോം സയൻസ്, ഓൾസോ നോൺ ആസ് ഹോം എക്കണോമിക്സ്, ഈസ് എ ഫീൽഡ് ഓഫ് സ്റ്റഡി ദാറ്റ് ഫോക്കസസ് ഓൺ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ്, ഫാമിലീസ് ആൻഡ് ഇക്കണോമിക് ആൻഡ് കമ്മ്യൂണിറ്റീസ് ആൻഡ് ദെയർ എൻവയോൺമെൻറ്റ്. ഹോം സയൻസിൻ്റെ മറ്റൊരു പേര് ഹോം ഇക്കണോമിക്സ് എന്ന് പറയപ്പെടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് ചില പ്രധാനപ്പെട്ട ഏരിയകളെ കുറിച്ചുള്ള ഒരു പഠനമാണ്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ്, വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കുന്ന, അല്ലെങ്കിൽ കുടുംബങ്ങളെക്കുറിച്ചുള്ള പഠനം, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി, രണ്ട് വ്യത്യസ്ത സമുദായങ്ങളെ, കമ്മ്യൂണിറ്റികളെ കുറിച്ചുള്ള പഠനം, ആൻഡ് ദെയർ എൻവയോൺമെൻറ്റ്, അവരുടെ ജീവിത ചുറ്റുപാടുകളെക്കുറിച്ച്, ഇതേക്കുറിച്ചൊക്കെ ഉള്ള പഠനത്തെയാണ് നമ്മൾ സാധാരണയായിട്ട് ഹോം സയൻസ് എന്ന് പറയപ്പെടുന്നത്. ഹോം സയൻസ് പഠിക്കുക എന്നുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് ഇംപ്രൂവിങ് ക്വാളിറ്റി ഓഫ് ലൈഫ്. അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ഇംപ്രൂവിങ് ക്വാളിറ്റി ഓഫ് ലൈഫ്. അവരുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി, ഗുണമേന്മ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തത് ഡെവലപ്പിംഗ് ലൈഫ് സ്കിൽസ്, ജീവിത നൈപുണികകളെ വളർത്തിയെടുക്കുക, വികസിപ്പിച്ചെടുക്കുക. അതായത് വീടുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ലൈഫ് സ്കില്ലുകളുണ്ട്. കുക്കിംഗ്, ക്ലീനിങ്, സാമ്പത്തിക മാനേജ്മെൻറ്റ് തുടങ്ങിയ പ്രധാനപ്പെട്ട ഏരിയകളിലൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ലക്ഷ്യം. മൂന്നാമത്തത് പ്രൊമോട്ടിങ് സസ്റ്റൈനബിലിറ്റി, ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക. ഹോം സയൻസ് അതായത് ജീവിത സാഹചര്യങ്ങളിലെ നിലനിൽപ്പിന് ഉപകാരപ്രദമായ കാര്യങ്ങൾ, അത് ആ മേഖലയിലുള്ള പഠനം. ഇതൊക്കെയാണ് ഒരു ഹോം സയൻസും എന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പല മേഖലകളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഡെഫിനിഷനുകൾ. ഈ ഒരു ഡെഫിനിഷനിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഇസ്ലാമികമായ കാഴ്ചപ്പാടിലൂടെ ഒരു വീടും പരിസരവും എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള പഠനമാണ് നമ്മൾ ഈ ഒരു കോഴ്സിലെ ഈ ഒരു വിഷയം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും വരുന്ന ഭാഗങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ള നിലക്കാണ് ഇന്നത്തെ നമ്മുടെ ഒരു ക്ലാസ്സിനെ ഉപയോഗപ്പെടുത്തുന്നത്. പ്രധാനമായിട്ടും വരുന്ന 22ഓളം ഭാഗങ്ങളെ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. അതിൽ ഒന്നാമത് വീടും പരിസരവും. വീടും പരിസരവും എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ വീടിൻ്റെ പരിസരത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അതിൻ്റെ വൃത്തി, ക്ലീനിങ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ക്ലീനിങ്ങൊക്കെ നമുക്കറിയാത്ത കാര്യങ്ങളൊന്നുമല്ല, എങ്കിലും അതിൻ്റെയൊക്കെ പരിധിയും പരിമിതിയും അമിതമാകലും ഒക്കെ ഉണ്ട്. ഒരു പരിധി വിട്ട് കഴുകലിലേക്കും ക്ലീനിങ്ങിലേക്കും പോകുമ്പോൾ അത് പല അസുഖങ്ങൾ, പ്രത്യേകിച്ച് OCD പോലത്തെ പ്രയാസങ്ങളിലേക്കെല്ലാം നമ്മൾ എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. അതിൻ്റെ കൃത്യമായ ഒരു ഫ്രെയിം എന്താണ് എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തത് റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്, ബന്ധങ്ങൾ കൈകാര്യം ചെയ്യേണ്ട രീതി. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധാരണക്കിടയാക്കുന്ന കുറേ ബന്ധങ്ങളാണ്. വീടിനകത്തും പുറത്തും നമുക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളെ എങ്ങനെ കീപ്പ് ചെയ്യണം, എങ്ങനെ കൈകാര്യം ചെയ്യണം, ഏതൊക്കെയാണ് ബന്ധങ്ങൾ, അതിൻ്റെ പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണെന്നും മനസ്സിലാക്കുന്നത്. മൂന്നാമതായിട്ട് വരുന്നത് ഹോം ഡിസൈൻ. ഒരു വീട് എടുക്കാത്തവരാണെങ്കിൽ വീടുണ്ടാക്കുന്നതിനെ കുറിച്ച് പഠിക്കാനൊരു അവസരം കൂടിയാണ് ഹോം ഡിസൈനിങ് എന്ന് പറയുന്നത്. അതിൻ്റെ അതിൻ്റെ ഒരു നമ്മുടെ ഒരു ഫിസിക്കൽ, അതിൻ്റെ ഒരു എൻജിനീയറിങ് പാർട്ടിലേക്കല്ല പോകുന്നത്. അതിൻ്റെ സ്ട്രക്ചർ, വീടിൻ്റെ സ്ട്രക്ചറിൽ നമ്മൾ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ്. നാലാമതായിട്ട് വീടിനകത്ത് ആത്മീയത.
വീടിൻ്റെ അകത്ത് ആത്മീയത എങ്ങനെയൊക്കെ നിലനിർത്താം എന്നതിനെ കുറിച്ചുള്ള പഠനമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 5ാമത്തെ പാർട്ടിൽ വരുന്നത് കമ്മ്യൂണിക്കേഷനാണ്. വീടിനകത്തുള്ള മെമ്പർമാർ തമ്മിൽ, കുടുംബങ്ങൾ തമ്മിൽ, ഉപ്പയും മകനും തമ്മിൽ, ഉമ്മയും ഉപ്പയും തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ, മകനും മകളും തമ്മിൽ, അങ്ങനെ ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ പ്രാധാന്യവും അതിൻ്റെ രീതിശാസ്ത്രവും മനസ്സിലാക്കുകയാണ്. 6ാമതായിട്ട് വരുന്നത് ടൈം മാനേജ്മെൻ്റ് ആണ്. സമയത്തെ നിയന്ത്രിക്കുക നമുക്ക് സാധ്യമല്ല എങ്കിലും സമയത്തെക്കുറിച്ചുള്ള പഠനം, അതിനെങ്ങനെ വിനിയോഗിക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചിത്രം വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പറയുകയാണ്. 7ാമതായിട്ട് വരുന്നത് കുടുംബത്തിൻ്റെ അതിർവരമ്പുകൾ. പലപ്പോഴും നമ്മൾ കുടുംബം എന്ന ഫ്രെയിമിൽ ചിലപ്പോൾ ചെറിയ ചിത്രങ്ങളാണ് ഉണ്ടാവുക. ഞാനും എൻ്റെ ഭർത്താവും മക്കളും അടങ്ങുന്നതാണ് കുടുംബം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. കൂട്ടുകുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരുണ്ട്. പിന്നെ അതിലും വിശാലമായ തറവാട്, അത് മൊത്തം എൻ്റെ കുടുംബമാണ് ചിന്തിക്കുന്നവരുണ്ട്. ഇതിൻ്റെയൊക്കെ ഇടയിലുള്ള അർത്ഥവ്യത്യാസങ്ങളെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചുമാണ് ചർച്ച ചെയ്യുന്നത്. പിന്നെ 8ാമതായിട്ട് വരുന്നത് കിച്ചൺ മാനേജ്മെൻറ്റ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഭാഗമാണ് കിച്ചൺ മാനേജ്മെൻറ്റ്. ഈ വിഷയത്തിലെ ഇസ്ലാമിക കാഴ്ചപ്പാടാണ്. പിന്നെ 9ാമതായിട്ട് ആതിഥ്യ മര്യാദകൾ, 10 ടേബിൾ മാനേഴ്സ് അഥവാ ഭക്ഷണ മര്യാദകൾ, 11ാമതായിട്ട് പോഷക ആഹാരങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളാണ്. 12ാമത് വരുന്നത് വീട്ടിലെ വൈദ്യം, അതായത് നമ്മുടെ വീട്ടിൽ നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ഫസ്റ്റ് എയ്ഡ് സർവീസിനെ കുറിച്ചും അതിൻ്റെ ഇസ്ലാമിക കാഴ്ചപ്പാടെന്ന് പറയുമ്പം അതിൽ പ്രവാചക വൈദ്യം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലെ ചില പ്രധാന പ്രസക്ത ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ട്. പിന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് കുടുംബ ബജറ്റിനെ കുറിച്ചാണ്. പലപ്പോഴും നമ്മുടെ വരുമാനത്തിൽ ഒതുങ്ങി ജീവിക്കാൻ മറന്നു പോകുമ്പോഴാണ് കടവും പ്രയാസങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്. അതിന് ഒരു കൃത്യമായ ഫിനാൻഷ്യൽ ബഡ്ജറ്റ് നമുക്ക് ഉണ്ടാവണം. അതിനെക്കുറിച്ചുള്ള പഠനമാണ്. പിന്നെ മറ്റൊന്ന് 14ാമതായിട്ട് വരുന്നത് വീട്ടുവളപ്പിലെ കൃഷികളെ കുറിച്ചാണ്. 15ാമത് ഡ്രസ് മാനേജ്മെൻറ്റ്, നമ്മുടെ വസ്ത്രധാരണ രീതി, അത് വാങ്ങേണ്ടതെങ്ങനെ, ഉപയോഗിക്കേണ്ടതെങ്ങനെ, അതിൻ്റെ റീയൂസ് എങ്ങനെ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഭാഗം. 16ാമതായിട്ട് വീട്ടിൽ നടക്കുന്ന ചടങ്ങുകൾ, വിവാഹം, മരണാനന്തര ചടങ്ങുകൾ, പെരുന്നാളാഘോഷങ്ങൾ, മറ്റു പരിപാടികളെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുകളെക്കുറിച്ച്. 17ാമത് വിദ്യാഭ്യാസ രംഗം. മക്കളെ പഠിപ്പിക്കുമ്പോൾ രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കേണ്ടത്, രക്ഷിതാക്കളും ഇന്ന് പല കോഴ്സുകളും ചെയ്യുന്നവരാണ്. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ഉള്ള ചർച്ച. 18ാമത് വരുന്ന പാർട്ട് ടൈം ജോബുകളെ കുറിച്ചാണ്. സഹോദരിമാർക്ക് വീട്ടിലിരുന്നു കൊണ്ടും അല്ലാതെയൊക്കെ നമുക്ക് പല രീതിയിലുള്ള ജോലികൾക്ക് പോകാറുണ്ട്. അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും പഠനങ്ങളും. 19ായിട്ടുള്ളത് ലൈംഗിക വിദ്യാഭ്യാസം. പലപ്പോഴും ഇന്ന് അജ്ഞത മൂലം പല അപകടങ്ങളിലും പെണ്ണ് ചാടുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ശരിയായ ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഈ ഒരു സെഷൻ നമ്മളോട് പറയുന്നത്. 20ാമത്തായിട്ട് ഫിസിക്കൽ ഫിറ്റ്നസ്. ശാരീരിക ആരോഗ്യം മാനസികാരോഗ്യം പോലെ തന്നെ നിർബന്ധമായ ഒരു കാര്യമാണല്ലോ. അപ്പോൾ ആ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ്സിൻ്റെ ആവശ്യകതയും അതിന് വേണ്ട ചെറിയ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ചെറിയ ടിപ്സുകളെ കുറിച്ചൊക്കെയുള്ള പഠനമാണ്. 21 ഫാമിലി ഡിസ്പ്യൂട്ടുകൾ, തർക്കങ്ങൾ, ചെറിയ ചെറിയ തർക്കങ്ങൾ, മണിയറ രഹസ്യങ്ങൾ അങ്ങാടിപ്പാട്ടാകുന്നതിന് മുമ്പ് അകത്തു തന്നെ പരിഹരിക്കാവുന്ന പരിഹാര മാർഗങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ്. അവസാനമായിട്ട് വരുന്നത് സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ്. കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടൊരു സംഗതിയാണ് ഫോണും അതിനോടനുബന്ധിച്ചുള്ള സോഷ്യൽ മീഡിയകളൊക്കെ. അതിൻ്റെ യഥാർത്ഥ ആവശ്യങ്ങളിലേക്ക് അതിനെ ഉപയോഗിക്കുന്ന രീതിശാസ്ത്രങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ ഇതിലുള്ള ഓരോ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായി പഠിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ, നാഫിയായ ഇൽമിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.